സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുൺ തിരികെ കണിമംഗലത്തേക്ക് എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ രാത്രിയായിട്ടുണ്ടാകും. വരുൺ അങ്ങനെ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറുവാണ്. ഈ സമയം പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും സൂര്യയും ചെറിയമ്മയും കൽപ്പനയും എല്ലാവരും അവിടെ ഉണ്ടാകും കേട്ടോ. അന്നേരം വരുൺ നേരെ അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കുവാണ്. എന്നിട്ട് പറയണേ, കുറ്റവാളികളെന്ന് ബോധ്യമായതിനു ശേഷം അച്ഛൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ വന്ന് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. എന്നാലും ഒരു നിമിഷമെങ്കിലും ഞാൻ കുറ്റവാളിയാണെന്ന് അച്ഛൻ ചിന്തിച്ചില്ലേ? ഒരാളെ കൊല്ലാൻ മാത്രം എൻ്റെ മനസ്സ് അത്ര കഥപതിച്ചു പോയിന്ന് അച്ഛനും അമ്മയൊക്കെ ചിന്തിച്ചു പോയില്ലേ? അതോർക്കുമ്പോഴാണ് എൻ്റെ വിഷമം. അന്നേരം പരമേശ്വരൻ വരുണിൻ്റെ തോളിലിങ്ങനെ പിടിച്ച് സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയണേ, നിന്നെ പുറത്തിറക്കാൻ പുറമെ ഒന്നും ചെയ്തില്ലെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ നീറുമായിരുന്നു മോനെ. അങ്ങനെ താൻ അനുഭവിച്ച സങ്കടത്തെക്കുറിച്ച് പരമേശ്വരനും മനസ്സ് തുറന്ന് സംസാരിക്കുവാണ് കേട്ടോ വരുണിനോട്. അത് കാണുന്നതും കണ്ടു നിന്നിരുന്ന മുത്തശ്ശിയുടെയും പത്മിനിയുടെയൊക്കെ മനസ്സിലെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുവാണ്. അവരും അവിടെ ആ കാഴ്ചയൊക്കെ കണ്ട് സങ്കടപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരനാണെങ്കിൽ വരുണിനെ ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട്. നീ അച്ഛനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുണിനോട് മാപ്പും പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമായിരിക്കും യശോദയും ദേവനും രാധികയ്ക്ക്. ഈ സമയം രാധിക തന്നെ അച്ഛനുള്ള ഭക്ഷണം കോരി കൊടുക്കുവാണ്. അതുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് ഓരോന്നും പറഞ്ഞു വരുക. ഓ, എല്ലാവരും കുപ്പിയിലാക്കാനായിട്ട് തുടങ്ങി. എന്നാലല്ലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. വലിയൊരു കൊമ്പത്തെ വക്കീലിനെ ഇറക്കി എന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു എന്നും കരുതിയിരിക്കണ്ട. അതുകൊണ്ട് തന്നെ രണ്ടാളും കുറ്റം ചെയ്തു നല്ല അർത്ഥം. കേസിനെയും കിടക്കുന്നല്ലേ ഉള്ളൂ. ഈ കേസിൽ നിങ്ങൾ രണ്ടാളും ഞാൻ ശിക്ഷ അനുഭവിപ്പിച്ചിരിക്കും. നിങ്ങളെ രണ്ടാളെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് രാധിക ഓരോന്നും പറഞ്ഞ് പ്രാഗിക്കൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം അതെല്ലാം കേട്ട് രാധികയോട് സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും. അന്നേരം ദേവനും യശോദയും ചേർന്ന് രാധിക ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്